സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമി വിശ്വാസത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യുന്നതാണ് വഖഫ് ഭൂമി. അത് വിൽക്കാനോ ദാനം ചെയ്യാനോ പാടില്ലെന്നതാണ് ഇസ്ലാമിക നിയമം. അത് സംരക്ഷിക്കാൻ പാർലമെൻറ്റ് നിയമം പാസാക്കിയതുമാണ്. ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് വഖഫ് സ്വത്തുക്കൾ കയ്യേറാൻ അവസരമൊരുക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത പ്രസിഡന്റ്. രാജ്യത്തിൻ്റെ ബഹുസ്വരത, മതേതരത്വ മൂല്യങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും കവർന്നെടുക്കുന്ന ഭരണഘടന വിരുദ്ധമായ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒന്നിക്കണമെന്ന് സമസ്ത സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രാജ്യത്തിൻ്റെ മതേതരത്വ മൂല്യങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും കവർന്നെടുക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോടതിയെ സമീപിക്കാൻ സമസ്ത ഒരുങ്ങുന്നു. വഖഫ് സ്വത്തുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ബില്ലിന് പിന്നിൽ. പാർലമെൻറ്റിൽ മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും സർക്കാരിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീതിപീഠത്തെ സമീപിക്കുകയോ വഴിയുള്ളൂ എന്ന് സമസ്ത പറയുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബിൽ വിശ്വാസ സ്വാതന്ത്ര്യം വകവെച്ച് തരുന്ന ഭരണഘടനാ തത്വങ്ങൾക്കും ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കും കടകവിരുദ്ധമാണെന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തുടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ബില്ലിനെ തുറന്നെതിർത്ത ഇന്ത്യ മുന്നണി അഭിനന്ദനമർഹിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഇടത് വലത് പക്ഷങ്ങൾ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കണമെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ ഖായ മദനി ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തെ മുസ്ലിങ്ങളുടെ വംശീയ ഉന്മൂലനം ലക്ഷ്യം വെച്ച് മോദി സർക്കാർ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണക്കുന്നവരെയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്തുമെന്ന് KNM മർക്കസ് ദാവ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധ നീക്കം മാത്രമല്ലെന്നും ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപിത വംശീയാക്രമണമാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബുർ റഹ്മാൻ. മുസ്ലിങ്ങളുടെ സാംസ്കാരിക സാമ്പത്തിക മൂലധനം തകർത്ത് അവരുടെ അസ്തിത്വം ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘപരിവാർ നടത്തുന്ന വംശീയ അജണ്ടയുടെ ഭാഗമാണിത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾ, ആരാധനാലയങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം വഖഫുമായി ബന്ധപ്പെട്ടതാണ്. ദൈവമാർഗത്തിലുള്ള ദാനമാണത്. വിശ്വാസവും അധ്വാനവും ഭരണഘടനാപരമായ അവകാശവുമായ വഖഫിന് മുകളിൽ ഇതര മതവിഭാഗങ്ങൾക്കും സർക്കാരിനും യഥേഷ്ടം കൈകടത്താവുന്ന രൂപത്തിലുള്ള ഭേദഗതിയാണ് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. വഖഫ് ഭേദഗതി ചർച്ച കേരള കേന്ദ്രിതമാകുന്നത് തന്നെ അപകടകരമാണ്. KCBCയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം ദൗർഭാഗ്യകരമാണ്. മുനമ്പം വിഷയവും വഖഫ് ബില്ലും വലിയ വ്യത്യാസമുണ്ട്. വഖഫ് പാസ്സായാലും ഇല്ലെങ്കിലും അത് മുനമ്പം വിഷയത്തിൽ പ്രശ്നമോ പരിഹാരമോ ആകുന്നില്ലെന്നും P. മുജീബുർ റഹ്മാൻ. വഖഫ് ഭേദഗതി ബില്ലിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നിയമമുണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബാധിക്കുന്നതാണ്. 2013 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപവൽകൃതമായ വഖഫ് നിയമത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ന്യൂനപക്ഷ അവകാശ ധ്വംസനമാണിത്. വഖഫ് വിശ്വാസപരമായ കാര്യമാണ്. ദൈവമാർഗത്തിൽ സ്വന്തം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ വിശ്വാസത്തെ ഹനിക്കാനാണ് വഖഫ് ബില്ലിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് അതിനാലാണ് എതിർക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി. വഖഫ് ബില്ലിൽ BJP പ്രത്യേക ജനവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള നിയമമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായി ഒതുങ്ങുന്നില്ല. നിയമമാകുന്നതോടെ എല്ലാവരെയും ബാധിക്കും. നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കളും അവർ പിടിച്ചടക്കും. 1995 വഖഫ് നിയമപ്രകാരം ആരുടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രേഖകളിൽ തർക്കമുന്നയിച്ച് ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമി സർക്കാർ പിടിച്ചെടുക്കാൻ മാത്രമല്ലേ ഈ പുതിയ നിയമം തുടങ്ങിയ ചോദ്യങ്ങളോടൊന്നും ഭരണപക്ഷത്തിനോ ബിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനോ അമിതാ ഷാക്കോ മറുപടിയില്ലായിരുന്നു എന്ന് ET മുഹമ്മദ് ബഷീർ. വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് മുതൽ ഈ ബില്ലിലെ ജനാധിപത്യ വിരുദ്ധവും
മതസ്വാതന്ത്ര്യ വിരുദ്ധവുമായ നിരവധി നിർദ്ദേശങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലും പുറത്തും ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ ആവശ്യത്തിനും ഇടപെടലിനും വഴങ്ങി ഒടുവിൽ കേന്ദ്ര സർക്കാർ ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി റിപ്പോർട്ട് നൽകാനുള്ള ഉപാധി മാത്രമായി JPC നിലകൊണ്ടു. ദൈവപ്രീതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഭൂമിയും വസ്തുവകകളും പിന്നീട് ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത വിധം വിലക്ക് ഏർപ്പെടുത്താൻ ഈ പുതിയ നിയമനിർമ്മാണം ലക്ഷ്യം വെക്കുന്നെന്ന വേദന ഹൃദയത്തെ കീറിമുറിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച് നീതിക്കായുള്ള പോരാട്ടങ്ങൾ നാം തുടരുക തന്നെ ചെയ്യും. വഖഫ് നിയമ ഭേദഗതി ഫെഡറൽ തത്വങ്ങൾക്കും ജനാധിപത്യ വ്യവസ്ഥകൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരാണെന്നും മുസ്ലിങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും നാഷണൽ ലീഗ്. ഭരണകൂടത്തിൻ്റെ ദുരുദ്ദേശ അജണ്ടകളുടെ ഭാഗമാണിത്. മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് കൈകാര്യം ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വിശ്വാസത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് നടക്കുന്നത്. സമൂഹത്തിൽ നന്മ രൂപപ്പെടുത്തിയ വഖഫ് സംവിധാനങ്ങളെ തകർക്കുക മാത്രമാണ് ബില്ലിൻ്റെ ലക്ഷ്യം. രാജ്യത്ത് മൂല്യവത്തായ നിരവധി വഖഫ് സ്വത്തുക്കളിൽ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ കയ്യേറ്റങ്ങൾ മറച്ചുവെക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്, നാഷണൽ ലീഗ് പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തും. വെൽഫെയർ പാർട്ടി വക്താവ് അഡ്വക്കേറ്റ് KS നിസാർ. ജനാധിപത്യത്തെ വെല്ലുവിളിച്ചും ഭരണഘടന പൊളിച്ചടക്കിയും നീതിപീഠങ്ങളെ നോക്കിക്കുത്തി ആക്കിയുമാണ് മോദി സർക്കാർ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള സംഘപരിവാർ ശ്രമങ്ങളുടെ തുടർച്ചയാണിത്. ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയും വിദ്വേഷം പ്രചരിപ്പിച്ചും പ്രതിപക്ഷ സ്വരങ്ങളെ നിർജ്ജീവമാക്കുന്ന നയമാണ് അവർ സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനല്ല ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത് എന്ന് സാമാന്യബോധമുള്ള എല്ലാവർക്കും അറിയാം. ഈ മേഖലയിൽ ഇടപെടാനുള്ള പഴുതു സൃഷ്ടിക്കാനുള്ള വഴിയാണ് ഉണ്ടാക്കിയത്. 12 മണിക്കൂർ നീണ്ട അതിശക്തമായ ആശയ പോരാട്ടത്തിനൊടുവിലാണ് കേന്ദ്രം അവരുടെ താൽപ്പര്യത്തിനൊത്ത നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അധികാരവാഴ്ചയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്കുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ചെയ്യുന്ന ഭൂമി ഭരണപരമായി നടത്തുന്നതിനാണ് വഖഫ് ബോർഡുകൾ. അത് എത്രയോ വർഷമായി ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണ്. അതിനെ ഒരു നിയമം മൂലം മാറ്റം വരുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഭാഗവുമായി ഒരു ചർച്ച പോലും സർക്കാർ നടത്തിയില്ല. കടുത്ത മതവിഭജനമുണ്ടാക്കാനാണ് ബില്ല് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായി അതിനെ എതിർക്കുന്നതെന്ന് എളമരം കരീം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ DMK സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ അറിയിച്ചു. ബിൽ ലോക്സഭയിൽ പാസാക്കിയത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ്. ബില്ലിനെതിരെ 232 അംഗങ്ങൾ വോട്ട് ചെയ്തത് നിസ്സാരമായി കാണരുത്. രാജ്യത്തെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളുടെയും എതിർപ്പിനെ അവഗണിച്ച് ഏതാനും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ പുലർച്ചെ ഇത്തരമൊരു നിയമം പാസാക്കിയത് അപലപനീയമാണ്. വഖഫ് ബോർഡിൻ്റെ സ്വയംഭരണം തകർക്കുകയും ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ തമിഴ്നാട് പോരാടുമെന്നും